ശ്രീ സച്ചിദാനന്ദ സദ്ഗുരു സായിനാഥ് മഹാരാജ് കി ജയ്. അധ്യായം 5. ചാന്ദ് പട്ടേൽ കല്യാണ സംഘത്തോടൊപ്പം ബാബയുടെ ഷിർദിക്കുള്ള വരവും വരവേൽപ്പും, സായി എന്ന നാമധേയം കൊടുത്തത്, സന്യാസിമാരുമായുള്ള സംസർഗം, ബാബയുടെ അലങ്കരണവും ദിനചര്യകളും, പാതുകകളുടെ കഥ, മൊഹിദ്ദീനുമായുള്ള മല്ലയുദ്ധവും അവന് ജീവിതത്തിൽ വന്ന മാറ്റവും, വെള്ളത്തെ എണ്ണയാക്കിയ അത്ഭുതം, ജവഹർ ആലി കള്ളഗുരു, സായിബാബയുടെ തിരോധാനവും തിരിച്ചുവരവും. ഔറംഗാബാദിൽ അന്നത്തെ നിജാം താലൂക്ക് ധൂപ്പ് എന്ന ഗ്രാമത്തിൽ ഒരു ധനവാനും മാന്യനുമായ ചാന്ദ് പട്ടേൽ വസിച്ചിരുന്നു. ഒരു പ്രാവശ്യം ഔറംഗാബാദിലേക്ക് പോകുന്ന സമയത്ത് തന്റെ കുതിരയെ നഷ്ടപ്പെട്ടു. ശ്രദ്ധയോടുകൂടി 2 മാസം അതിനെ തേടി അലഞ്ഞു. വലിയ നിരാശയോടുകൂടി തന്റെ പരിയാണം തോളിൽ ഇട്ട് തിരിച്ച് ഔറംഗാബാദിലേക്ക് പോന്നു. 4.5 KOS, ഏകദേശം 13 കിലോമീറ്റർ സഞ്ചരിച്ച ശേഷം ഒരു മാവിന്റെ ചുവട്ടിൽ അവലക്ഷണമായ ഒരു ഫക്കീർ ഇരിക്കുന്നത് കണ്ടു. അദ്ദേഹം തലയിൽ ഒരു തൊപ്പി അണിഞ്ഞിരുന്നു. അദ്ദേഹം ചുരുട്ട് വലിക്കാൻ ഒരുങ്ങുകയായിരുന്നു. ചാന്ദ് പട്ടേൽ ആ വഴി പോകുന്നത് കണ്ടപ്പോൾ അയാളെ വിളിച്ച് കുറെ വിശ്രമിക്കാൻ പറഞ്ഞു. തന്റെ വശമുള്ള ഹുക്കായും കൊടുത്തു. അവ വാങ്ങിയ ശേഷം ഫക്കീർ പര്യാണത്തെക്കുറിച്ച് ചോദിച്ചു. ചാന്ദ് പട്ടേൽ തന്റെ കുതിര കളഞ്ഞുപോയ വിഷയം പറഞ്ഞു. ഫക്കീർ അടുത്തുള്ള അരുവിക്കടുത്ത് നോക്കുവാൻ പറഞ്ഞു. അതിശയത്തിന്റെ മേൽ അതിശയം. അവിടെ ആ കുതിരയെ കണ്ടു. ഈ ഫക്കീർ ഒരു സാധാരണ മനുഷ്യനല്ലെന്നും ഒരു വലിയ സന്യാസിയാണെന്നും ചാന്ദ് പട്ടേൽ വിചാരിച്ചു. കുതിരയെയും കൊണ്ട് ഫക്കീറിന്റെ അടുക്കൽ ചെന്നു. അദ്ദേഹം അപ്പോൾ ഹുക്ക വലിക്കാൻ തുടങ്ങുകയായിരുന്നു. അതിന് 2 കാര്യങ്ങൾ ആവശ്യമായിരുന്നു. 1 കത്തിക്കാൻ ആവശ്യമായ തീ, 2 ചാപ്പി, അതായത് ഒരു തുണിക്കഷ്ണം. അതിൽ കൂടിയാണ് പുകവലിക്കുന്നത്. നനയ്ക്കുവാനുള്ള വെള്ളവും തീക്കനലും ഉണ്ടാക്കാൻ ഫക്കീർ അദ്ദേഹത്തിന്റെ അടുത്തിരുന്ന ചോങ്, കുവരമുള്ള, എടുത്തു ശക്തിയായി നിലത്തിൽ കുത്തി. അതിൽ നിന്ന് വന്ന തീക്കനലിനെ കുഴലിൽ പൈപ്പിൽ ഇട്ടു. പിന്നീട് തന്റെ വശമുള്ള വടി കൊണ്ട് നിലത്തടിച്ചു. അവിടെ നിന്ന് വെള്ളം പുറത്തു വരുവാൻ തുടങ്ങി. നീളമുള്ള ചാപ്പി, തുണിയെ നനച്ചു പിഴിഞ്ഞ് തന്റെ കയ്യിലുള്ള കുഴലിൽ ചുറ്റി. ഈ പണികളെല്ലാം കഴിഞ്ഞ് ഫക്കീർ പുകവലിച്ചു. പിന്നീട് ചാന്ദ് പട്ടേലിന്റെ കയ്യിൽ കൊടുത്തു. ഇതെല്ലാം കണ്ടിട്ട് ചാന്ദ് പട്ടേൽ അത്ഭുത പരവശനായി. ഫക്കീറിനെ തന്റെ വാസസ്ഥലത്തേക്ക് വരുവാനും ആതിഥ്യം സ്വീകരിക്കുവാനും അപേക്ഷിച്ചു. അടുത്ത ദിവസം പട്ടേലിന്റെ വീട്ടിലേക്ക് ചെന്ന് കുറെ നേരം താമസിച്ചു. പട്ടേൽ ധൂപ് എന്ന ഗ്രാമത്തിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരന്റെ മകന് കല്യാണം നിശ്ചയിച്ചിരുന്നു. അത് കാരണം പട്ടേൽ വിവാഹ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. കുറെ കഴിഞ്ഞ് ഷിർദിക്ക് പുറപ്പെടുകയും ചെയ്തു. ഫക്കീറും ആ കല്യാണ സംഘത്തോടൊപ്പം കൂടിച്ചേർന്നു. കല്യാണം നല്ല വിധത്തിൽ നടന്നു. എല്ലാവരും ധൂപിയിലേക്ക് തിരിച്ചു. പക്ഷേ ഫക്കീർ മാത്രം തിരിച്ചില്ല. ഷിർദിയിൽ തന്നെ എന്നേക്കുമായി താമസം ആരംഭിച്ചു. എങ്ങനെ ഫക്കീറിന് സായി എന്ന നാമം ലഭിച്ചു? കല്യാണ തിരക്ക് ഷിർദിയിൽ ചെന്നപ്പോൾ മഹൽസാപതിയുടെ നിരത്തിൽ ഒരു ആൽമര ചുവട്ടിൽ ഫക്കീർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. ഇത് ഖണ്ഡോബ അമ്പലത്തിനടുത്തായിരുന്നു. ആ അമ്പലമുറ്റത്തുള്ള മൈതാനത്തിൽ വണ്ടിയിൽ നിന്ന് ഓരോ ആളായി ഇറങ്ങി തുടങ്ങി. മാൽസാപതി ഫക്കീർ ഇറങ്ങുന്നത് കണ്ട് അദ്ദേഹത്തിനെ സായി എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. മറ്റുള്ളവരും അതിനുശേഷം അദ്ദേഹത്തെ സായി എന്ന് വിളിക്കുവാൻ തുടങ്ങി. അങ്ങനെ ഫക്കീർ സായി ബാബയായി പരിണമിച്ചു. മറ്റുള്ള സന്യാസിമാരുമായുള്ള സംസർഗം. സായി ബാബ ആരും ശ്രദ്ധിക്കാത്ത ഒരു മസ്ജിദിൽ താമസം ആരംഭിച്ചു. ദേവിദാസ് എന്ന് പറഞ്ഞിരുന്ന സന്യാസി ഷിർദിയിൽ ബാബ വരുന്നതിന് വളരെ കാലം മുമ്പ് തന്നെ താമസിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ സ്ഥലത്തെ സാന്നിധ്യം ബാബ ഇഷ്ടപ്പെട്ടിരുന്നു. ചിലപ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ സത്രത്തിലും തനിച്ചും താമസിച്ചിരുന്നു. ജാനകിദാസ് എന്ന നാമത്തിൽ ഇനിയൊരു സന്യാസി പിന്നീട് വരികയും ബാബയുടെ സ്ഥലത്തേക്ക് പോവുകയും ചെയ്തു. ബാബ അധിക സമയവും അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അല്ലെങ്കിൽ ജാനകിദാസ് ബാബയുടെ സ്ഥലത്തേക്ക് വരിക പതിവായിരുന്നു. അതേപോലെ ഗംഗാഗീർ പുൻതാംബീർ വൈശ്യമഠ സന്യാസിയും ഷിർദിക്ക് അടിക്കടി വന്നുകൊണ്ടിരുന്നു. ബാബ 2 കൈകളിലും കുടങ്ങൾ നിറയെ വെള്ളവുമായി ഉദ്യാനത്തിലേക്ക് പോകുന്നത് കണ്ടപ്പോൾ അത്യധികം ആശ്ചര്യഭരിതനായി ഇങ്ങനെ ഉച്ചരിച്ചു: ഷിർദി പുണ്യം ചെയ്തത് കൊണ്ടാണ് ഇത്തരം ഒരുത്തനെ കിട്ടിയത്.
ബാബ ഇന്ന് വെള്ളം കൊണ്ടുപോകുന്നു. പക്ഷേ ഒരു അസാധാരണ മനുഷ്യനാണ് അദ്ദേഹം. ഈ മണ്ണ് ഷിർദി ഭാഗ്യം ചെയ്തിട്ടുള്ളതിനാലും യോഗ്യത നിറഞ്ഞതിനാലും ഈ രത്നത്തെ കെട്ടി. അതേമാതിരി ഏവാളെ മഠത്തിലെ സന്യാസി ആനന്ദനാഥ് അക്കൽക്കോട്ട് മഹാരാജാവിന്റെ ശിഷ്യന്മാരിൽ കുറെ ആളുകളോടും കൂടി ഷിർദിക്ക് വന്നു. സായിബാബയെ കണ്ടയുടൻ പറഞ്ഞു, വാസ്തവത്തിൽ ഇതൊരു വിലമതിക്കാനാവാത്ത വൈരമാണ്. ബാബ ഒരു സാധാരണ മനുഷ്യനായി കാണുന്നുവെങ്കിലും സായി വെറും ഒരു കല്ലല്ല, ഒരു രത്നക്കല്ലാണ്. ഇത് താമസിക്കാതെ അറിയാറാകും. ഇങ്ങനെ പറഞ്ഞ് ആനന്ദനാഥ് ഏവാളയിലേക്ക് തിരിച്ചുപോയി. ഈ സംഭവം നടക്കുന്ന കാലത്ത് സായിബാബ ചെറുപ്പക്കാരനായിരുന്നു. ബാബയുടെ വസ്ത്രാലങ്കാരവും ദിനചര്യകളും. ബാബയുടെ ചെറുപ്പത്തിൽ അദ്ദേഹം മുടി വളർത്തിയിരുന്നു. അത് ഒതുക്കിയിരുന്നില്ല. ബാബയുടെ വസ്ത്രാലങ്കാരം ഒരു കളിക്കാരനെ പോലെയായിരുന്നു. 3 മൈലുള്ള റഹാട്ടായിലേക്ക് പോകുമ്പോൾ സായി ചെറിയ ജയജൂയി, മെറി ഗോൾഡ് എന്നീ ചെടികൾ കൊണ്ടുപോവുക പതിവായിരുന്നു. അവയെല്ലാം ബാബ പൂന്തോട്ടത്തിൽ നട്ട് വൃത്തിയായി വെള്ളമൊഴിക്കും. വാമൻ തത്യ എന്ന ഭക്തൻ ഉണങ്ങാത്ത 2 മൺപാത്രങ്ങൾ ദിവസേന ബാബയ്ക്ക് കൊടുക്കും. ഇതുകൊണ്ട് ബാബ ചെടികൾക്ക് വെള്ളമൊഴിച്ചിരുന്നു. കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഈ പാത്രങ്ങളിലാക്കി തന്റെ തോളിൽ കയറ്റിവെച്ച് കൊണ്ടുപോവുക പതിവായിരുന്നു. വൈകുന്നേരമായാൽ ഈ പാത്രങ്ങൾ വേപ്പുമരത്തടിയിൽ വെക്കും. താഴെ വെക്കുമ്പോഴേക്കും അവ പൊട്ടിപ്പോവുകയും ചെയ്യും. അവ തീയിൽ ചൂടാക്കി ഉണ്ടാക്കിയവയല്ലല്ലോ. അടുത്ത ദിവസം തത്യ വേറെ 2 മൺപാത്രങ്ങൾ കൊടുക്കും. ഇങ്ങനെ 3 വർഷക്കാലം കഴിഞ്ഞപ്പോൾ ബാബയുടെ അശ്രാന്ത പരിശ്രമത്താൽ അവിടം ഒരു പൂങ്കാവനമായി. ഏവാളെ എന്ന് പറഞ്ഞാൽ സന്യാസി മഠമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സ്ഥലത്തിപ്പോൾ ബാബയുടെ സമാധി മന്ദിർ നിലനിൽക്കുന്നു. വളരെയധികം ഭക്തന്മാർ ഇന്നും അവിടെ എത്തിക്കൊണ്ടിരിക്കുന്നു. വേപ്പുമരത്തടിയിലെ കാലടികളുടെ കഥ. ബായി കൃഷ്ണാജി ആലിബാക്കർ അക്കൽക്കോട്ട് മഹാരാജാവിന്റെ ഭക്തൻ അദ്ദേഹത്തിന്റെ ചിത്രം വെച്ച് പൂജിച്ചിരുന്നു. ഒരിക്കൽ ബായി കൃഷ്ണാജി ഷോലാപൂർ ജില്ലയിലുള്ള അക്കൽക്കോട്ടിലേക്ക് പോയി. മഹാരാജാവിന്റെ പാദങ്ങളെ ദർശിക്കുവാൻ തീരുമാനിച്ചു. പക്ഷേ പോകുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. അക്കൽക്കോട്ട് മഹാരാജാവ് സ്വപ്നത്തിൽ ഷിർദിയാണിപ്പോൾ എൻ്റെ വിശ്രമസ്ഥലം, അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക എന്നുമായിരുന്നു. അതുകൊണ്ട് ബായി അദ്ദേഹത്തിന്റെ യാത്ര മാറ്റി ഷിർദിക്ക് വന്ന് 6 മാസം താമസിച്ച് ബാബയെ വണങ്ങി സന്തോഷഭരിതനായി. ഈ കാഴ്ചയുടെ ഓർമ്മയ്ക്കായി ബായി പാദരക്ഷകൾ ഉണ്ടാക്കി ഒരു നല്ല ദിവസം നോക്കി, അതായത് ശ്രാവണ മാസം സാഗ 1834 AD 1912 വേപ്പുമരത്തിന്റെ താഴെ എല്ലാ ചടങ്ങുകളോടും കൂടി അവയെ സ്ഥാപിച്ചു. ദാദാ കേൾക്കാറും ഉപാസിനിയും എല്ലാ ചടങ്ങുകൾക്കും അധിപരായിരുന്നു. ഒരു ബ്രാഹ്മണ ദീക്ഷിതരെ പ്രാർത്ഥനാ ചടങ്ങുകൾ നടത്തുന്നതിന് ഏർപ്പെടുത്തി. അതിന്റെ നടത്തിപ്പുകൾ മുഴുവനും സാഗുൺ എന്ന ഭക്തനെ ഏൽപ്പിച്ചു. ഈ കഥയുടെ മുഴുവർത്തമാനങ്ങൾ. താനെയിലെ മാമൽ താതാറായിരുന്ന വിശ്രമം വാങ്ങിയ ശ്രീ BV ദേവ് ഒരു വലിയ ബാബ ഭക്തനായിരുന്നു. അദ്ദേഹം സാഗുൺ മേരു നായിക്കിനോടും ഗോവിന്ദ് കമലാകറിനോടും ഈ പാതുകയെപ്പറ്റി അന്വേഷിച്ച ശേഷം പൂർണ്ണ വിവരങ്ങളെയും സായി ലീല വോളിയം 11 പേജ് 25 പ്രസിദ്ധീകരിച്ചു. അവ ഇപ്രകാരമായിരുന്നു. 1834 മുംബൈയിൽ നിന്ന് ഒരു വൈദ്യൻ രാമറാവ് കോത്താരെ ബാബയെ കാണാൻ ഷിർദിക്ക് വന്നു. അദ്ദേഹത്തിന്റെ ഒരു സ്നേഹിതനും ഔഷധ യോഗജ്ഞനുമായ ബായി കൃഷ്ണാജി ആലിക് ബാഗരുടെ കൂടെ വന്നു. ഔഷധ യോഗജ്ഞനും ബായിയും സാഗുൺ മേരു നായിക്കോടും GK ഡിക്സിറ്റിനോടും വളരെ അടുപ്പത്തിലായി. സംഭാഷണങ്ങൾക്കിടയിൽ വേപ്പുമരത്തടിയിൽ ഇരിക്കുന്ന ബാബയുടെ ഓർമ്മയ്ക്കായി പുതിയ എന്തെങ്കിലും ഒന്ന് ഷിർദിയിൽ ഉണ്ടാക്കണമെന്ന് തീരുമാനിച്ചു. ഇത് ഡോക്ടർ രാമറാവ് കോത്താരെയോട് പറഞ്ഞാൽ അദ്ദേഹം നല്ല പാതുകകൾ ഉണ്ടാക്കിത്തരുമെന്ന് ഔഷധയോഗജ്ഞാനി അഭിപ്രായപ്പെട്ടു. എല്ലാവർക്കും ഇത് ഇഷ്ടമായി. തുടർന്ന് ഡോക്ടർ കൃഷ്ണറാവിനെ അറിയിച്ചു. അദ്ദേഹം ഷിർദിക്ക് വന്ന് ഒരു പാതുകാ ചിത്രം വരച്ചുണ്ടാക്കി. പിന്നീട് ഖണ്ഡോബ ക്ഷേത്രത്തിലുള്ള ഉപാസിനി മഹാരാജാവിനെ ആ ചിത്രം കാണിച്ചു. ഉപാസിനി മഹാരാജാവ് അതിൽ അത്യധികം മാറ്റങ്ങൾ വരുത്തി. താമരപ്പൂക്കൾ, ശംഖ്, മണ്ഡലം, ചെങ്കോൽ മുതലായവ ചേർത്തു.
മാത്രമല്ല താഴെ പറയുന്ന ശ്ലോകവും വേപ്പ് വൃക്ഷത്തിന്റെ മാഹാത്മ്യം, ബാബയുടെ യോഗശക്തി തുടങ്ങിയവയും അവയിൽ കൊത്തിയുണ്ടാക്കി. ആ ശ്ലോകം ഇങ്ങനെയാണ്: സദാനിംബ വൃക്ഷസ്യ മൂലാധിവാസാത് സുതാസ്ത്രവിണം തിക്തമപ്യപ്രിയം തം തരും കൽപ്പവൃക്ഷാധികം സാധ്യയന്തം നമാമീശ്വരം സദ്ഗുരും സായിനാഥം. അർത്ഥം: വേപ്പുമരത്തിന്റെ ചുവട്ടിൽ സദാ വസിക്കുന്ന സദ്ഗുരു ഭഗവാൻ സായിനാഥനെ ഞാൻ നമസ്കരിക്കുന്നു. കയ്പുള്ളതും അഭിപ്രായമുളവാക്കുന്നതുമാണെങ്കിലും വേപ്പുമരം സുധ സ്രവിപ്പിക്കുന്നു. രോഗനിവാരണ ശക്തി കാരണം അതിന്റെ ചാറ് അമൃതമാണ്. കൽപ്പവൃക്ഷത്തെക്കാട്ടിലും ആഗ്രഹങ്ങൾ നിറവേറ്റുന്ന മരം. ഉപാസനയുടെ അഭിപ്രായം മാനിക്കുകയും അത് പൂർത്തീകരിക്കുകയും ചെയ്തു. പാദരക്ഷകൾ മുംബൈയിൽ പണിയിച്ച് കമ്പൗണ്ടർ മുഖാന്തരം ഷിർദിക്ക് അയച്ചു. ശ്രാവണമാസം 15-ന് പൗർണമി ദിവസം അവയെ പതിപ്പിക്കണമെന്ന് ബാബ കൽപ്പിച്ചു. അതുപോലെ ആ ദിവസം രാവിലെ 11 മണിക്ക് GK ഡിക്സിറ്റ് പാദുകങ്ങൾ ശിരസിൽ ചുമന്ന് ജാഥയായി ഖണ്ഡോബ ക്ഷേത്രത്തിൽ നിന്നും ദ്വാരകാമയിലേക്ക് കൊണ്ടുവന്നു. ബാബ ആ പാദുകകളെ സ്പർശിച്ചുകൊണ്ട്, ഇത് ഭഗവാന്റെ പാദങ്ങളാണ്, ഇവയെ വേപ്പുമരത്തിന്റെ അടിയിൽ പതിപ്പിക്കുക എന്ന് പറഞ്ഞു. ഒരു ദിവസം മുമ്പ് ഒരു പാഴ്സി ഭക്തൻ പാസ്ത സേത്ത് മുംബൈയിൽ നിന്ന് 25 രൂപ മണി ഓർഡർ അയച്ചിരുന്നു. ബാബ ഈ പണത്തെ പാദുകകൾ പതിക്കാനുള്ള ചിലവിനായി ഉപയോഗിക്കുന്നതിന് നൽകി. എല്ലാം കൂടി 100 രൂപ ആവശ്യമായിരുന്നു. ഈ ജോലി തീർക്കാൻ ബാക്കി 75 രൂപ സംഭാവനയായി ലഭിച്ചിരുന്നു. ആദ്യത്തെ 5 വർഷം GK ഡിക്സിറ്റ് പാദുകയെ ദിവസേന പൂജിച്ചു. പിന്നെ ലക്ഷ്മൺ കാജേശ്വർ ജക്കാർഡ് ഈ പ്രവൃത്തി തുടർന്നു. ഡോക്ടർ കോത്താരെ ആദ്യത്തെ 2 വർഷക്കാലം മാസം 2 രൂപ വീതം വിളക്ക് കത്തിക്കുവാനായി അയച്ചിരുന്നു. പാദുകയ്ക്ക് ചുറ്റും സ്ഥാപിക്കാനുള്ള ഇരുമ്പുവേലിയും അദ്ദേഹം മുംബൈയിൽ നിന്ന് കൊണ്ടുവന്നു. ആ വേലി സ്റ്റേഷനിൽ നിന്ന് ഷിർദിക്ക് കൊണ്ടുവരുവാനും രൂപ 7.5 മേൽപ്പുര ഉണ്ടാക്കുവാനുള്ള ചെലവും സാഗുൺ മേരു നായക് വഹിച്ചു. ഇപ്പോൾ ജക്കാർഡ് നാനാ പൂജാരി പൂജകൾ നടത്തി വരുന്നു. സാഗുൺ മേരു നായക് വൈകുന്നേരത്തെ വിളക്കുകൾക്കും നൈവേദ്യത്തിനുമുള്ള ചിലവുകൾ വിനിയോഗിക്കുന്നു. ഭായി കൃഷ്ണാജി ആദ്യത്തെ അക്കൽക്കോട്ട് മഹാരാജാവിന്റെ ഭക്തനായിരുന്നു. പാദുക പതിക്കുന്ന സന്ദർഭത്തിൽ അക്കൽക്കോട്ടിലേക്കുള്ള യാത്രാമധ്യേ അദ്ദേഹം ഷിർദിക്ക് വന്നു. ശാഖാവർഷം 1834. അതിൽ പിന്നെ അദ്ദേഹം അടിക്കടി ഷിർദിക്ക് പോകുമായിരുന്നു. ശ്രീ BV ദേവ് ഈ വർത്തമാനങ്ങൾ അറിയിക്കുന്നതിന് മുമ്പ് ഹേമത് പന്തിന് ഇതൊന്നും അറിയാമായിരുന്നെങ്കിൽ തീർച്ചയായും ഇതും കൂടി സച്ചരിതത്തിൽ ചേർക്കുമായിരുന്നു. മൊഹിദ്ദീൻ തമ്പോലിയുമായുള്ള മത്സരവും ജീവിതമാറ്റവും. ബാബയുടെ മറ്റു ചില കഥകളിലേക്ക് കടക്കാം. ഷിർദിയിൽ ഒരു മല്ലയുദ്ധ മത്സരക്കാരനുണ്ടായിരുന്നു. അവന്റെ പേര് മൊഹിദ്ദീൻ തമ്പോലി. ബാബയും അവനും ചില കാര്യങ്ങളിൽ സ്വരൈക്യമുണ്ടായിരുന്നു. ഒരിക്കൽ അവർ തമ്മിൽ പിണങ്ങി. അതിൽ ബാബ തോറ്റുപോയി. അന്നു മുതൽ ബാബയുടെ വസ്ത്രങ്ങളും ജീവിത രീതിയും മാറി. ഒരു കാഫ്നി, അതായത് ഉടൽ നീളമുള്ള വലിയ ഒരു വസ്ത്രം, അരയിൽ ചെറിയ ഒരു തുണി കൗബീനം, തല മറയ്ക്കാൻ ചെറിയ ഒരു തുണി, ഇത്രയുമാണ് ബാബ സ്വീകരിച്ച വേഷം. കിടക്കാനായി ഒരു ചാക്ക് മാത്രം. കീറിയതും പഴയതുമായ വസ്ത്രങ്ങൾ ധരിക്കുന്നതിൽ ബാബ വിമുഖനായിരുന്നില്ല. ദരിദ്ര ജീവിതം രാജഭോഗത്തിനേക്കാൾ നല്ലതാണ്, പ്രഭുത്വത്തിനേക്കാൾ എത്രയോ ഉയർന്നതുമാണ്. ഏഴകളുടെ സഹോദരനാണ് ദൈവം. ഗംഗാധീറും മല്ലയുദ്ധ മത്സരത്തിൽ ആഗ്രഹമുള്ളവനുമായിരുന്നു. അയാൾ ഒരു പ്രാവശ്യം മല്ലയുദ്ധം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നിലുള്ള സത്വഗുണങ്ങൾ ഉണർന്നു. ശരിയായ സമയത്ത് അയാൾ ഒരു ശബ്ദം കേട്ടു: ഈ ജീർണിച്ച ശരീരം കൊണ്ട് ദൈവത്തോട് കളിക്കരുത്. തുടർന്ന് അയാൾ ഈ ലൗകിക ജീവിതം വിട്ട് ആധ്യാത്മിക ജീവിതം കൈക്കൊണ്ടു. അദ്ദേഹം പുൻതാംബെ നദീതീരത്തിൽ ഒരു മഠം സ്ഥാപിച്ചു. അതിൽ തന്റെ ശിഷ്യനോടൊപ്പം വസിച്ചു. സായി ബാബ അധികം സംസാരിക്കുക പതിവില്ലായിരുന്നു. ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരങ്ങൾ പറഞ്ഞിരുന്നു. പകൽ സമയത്ത് ബാബ വേപ്പുമരത്തിനടിയിലോ അല്ലെങ്കിൽ ഒരു അരുവിയുടെ തീരത്തുള്ളതും ഗ്രാമത്തിന്റെ പുറത്തുള്ളതുമായ ബാബുൽ മരത്തണലിലോ ഇരിക്കുക പതിവായിരുന്നു. തോന്നിയാൽ ചിലപ്പോൾ ഉച്ചസമയത്ത് നിഗമാവിലേക്ക് നടന്നു ചെല്ലും. ബാലാ സാഹബ് ഡേംഗ്ലെയുടെ വീട്ടിലേക്ക് ബാബ അടിക്കടി പോയിരുന്നു. രണ്ടാമതും ഒരു കല്യാണം കഴിച്ചിട്ടും അദ്ദേഹത്തിന്റെ അനുജൻ നാനാ സാഹിബിന് കുട്ടികളൊന്നുമില്ലായിരുന്നു.
ബാബയെ കാണാനായി അടിക്കടി കൂട്ടിക്കൊണ്ടു പോയിരുന്നു. കുറെ കാലങ്ങൾക്ക് ശേഷം നാനാ സാഹിബിന് ഒരു കുട്ടി ഉണ്ടായി. ആ സമയം മുതൽ ആളുകൾ ബാബയെ കാണാൻ കൂട്ടം കൂട്ടമായി വരാൻ തുടങ്ങി. ബാബയുടെ കീർത്തി പരക്കുവാൻ തുടങ്ങി. അഹമ്മദ് നഗർ വരെ എത്തി. അതുമുതൽക്ക് നാനാ സാഹിബ് ചന്ദോർക്കർ, കേശവ ചിദംബർ ഇവർ ഇരുവരും മറ്റു പല ആളുകളും ശ്രദ്ധയ്ക്ക് വന്നു തുടങ്ങി. പകലുകളിൽ ബാബയെ ചുറ്റിയും ഭക്തന്മാർ എപ്പോഴും ഉണ്ടായിരുന്നു. രാത്രികളിൽ ബാബ ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു മസ്ജിദിൽ ഉറങ്ങിയിരുന്നു. ബാബയുടെ കൂടെ ഉണ്ടായിരുന്ന വസ്തുക്കൾ ഒരു ഹുക്ക, പുകയില, ഒരു ടംറേൽ തകര ഡബ്ബ, കാഫ്നി നീള വസ്ത്രം, തലയിൽ ചുറ്റിയിരുന്ന ഒരു നീണ്ട തുണി, ഒരു ചെറിയ വടി എന്നിവയാണ്. വടി എപ്പോഴും ബാബയുടെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു. തലയിൽ കെട്ടിയിരുന്ന തുണി പായ പോലെ ചുരുട്ടി തലയിൽ വെക്കും. അതിന്റെ ഒരറ്റം ഇടത് ചെവിക്ക് പിന്നിൽ തൂങ്ങിക്കിടക്കും. ആഴ്ചകൾ കഴിഞ്ഞേ അത് വൃത്തിയാക്കാറുള്ളൂ. ഷൂസൊന്നും ബാബ ഉപയോഗിച്ചിരുന്നില്ല. ചെരുപ്പും ഒരു ചാക്കിന്റെ കഷ്ണത്തിലുമാണ് ബാബ പതിവായി ഇരുന്നിരുന്നത്. ഒരു ചെറിയ കൗബീനം അണിഞ്ഞിരുന്നു. തണുപ്പുള്ളപ്പോൾ ധുനി, അതായത് തീയുടെ മുമ്പിൽ തെക്ക് നോക്കി ഇരിക്കുമായിരുന്നു. ആ സമയങ്ങളിൽ ബാബയുടെ ഇടതുകാൽ ഇരുമ്പ് വേലിയുടെ മേൽ മുട്ടിച്ചിരിക്കും. ആ അഗ്നിയിൽ അഹങ്കാരമാകുന്ന നൈവേദ്യം, ആഗ്രഹങ്ങൾ ഇവയെ ഇട്ടിരുന്നു. ദൈവം എല്ലാറ്റിൻ്റെയും ഉടമസ്ഥനാണ്, അല്ലാ മാലിക് എന്ന് എപ്പോഴും പറയും. ബാബ ഇരുന്നിരുന്ന മസ്ജിദിൽ 2 മുറികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ഭക്തന്മാരും അവിടെ ചെന്ന് ബാബയെ ദർശിച്ചിരുന്നു. 1912 വലിയൊരു മാറ്റമുണ്ടായി. പഴയ മസ്ജിദിനെ നന്നാക്കി അവിടെ തിണ്ണ ഉണ്ടാക്കി. ബാബ ഇവിടേക്ക് വരുന്നതിനു മുമ്പ് താക്കിയ എന്നൊരിടത്ത് താമസിച്ചിരുന്നു. കാലിൽ ചിലങ്ക കെട്ടി പാട്ടുപാടി ബാബ നന്നായി നൃത്തം വെച്ചിരുന്നു. അടുത്തത് വെള്ളത്തെ എണ്ണയാക്കിയത്. സായി ബാബയ്ക്ക് വിളക്കുകൾ വളരെ ഇഷ്ടമായിരുന്നു. അങ്ങാടിയിലുള്ളവരോട് കടമായി എണ്ണ മേടിച്ച് മസ്ജിദിലും ക്ഷേത്രത്തിലും രാത്രി മുഴുവൻ വിളക്കുകൾ തെളിയിക്കും. ഇത് കുറെ കാലമായി നടന്നുകൊണ്ടിരുന്നു. വെറുതെ എണ്ണ കൊടുത്തിരുന്ന ബനിയാക്കളെ, അതായത് കടകൾ വെച്ചിട്ടുള്ളവർ, അവരെല്ലാം ചേർന്ന് ഇനി ബാബയ്ക്ക് എണ്ണ കൊടുക്കേണ്ടെന്ന് തീർച്ചയാക്കി. അടുത്ത പ്രാവശ്യം ബാബ കടകളിൽ ചെന്ന് എണ്ണ ചോദിച്ചപ്പോൾ അവരെല്ലാവരും ഒരേമാതിരി തരില്ല എന്ന് ഉത്തരം നൽകി. ഒരിളക്കവും വരാത്ത ബാബ മസ്ജിദിലേക്ക് ചെന്ന് വിളക്കുകളിൽ ഉണങ്ങിയ തിരികൾ വെച്ചു. ബനിയാക്കളെല്ലാം ജിജ്ഞാസയോടെ ബാബ എന്താണ് ചെയ്യുന്നത് എന്ന് നോക്കി നിന്നു. ബാബ തന്റെ തകരപാത്രം എടുത്ത് അതിൽ ഏതാനും തുള്ളികൾ മാത്രമേ എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. അതിൽ കുറെ വെള്ളമൊഴിച്ച് അത് കുടിച്ച് തുപ്പി ഇപ്രകാരം ചെയ്തിട്ട് പാത്രത്തിലുള്ള വെള്ളത്തെ വിളക്കുകളിൽ ഒഴിച്ച് തിരി കൊളുത്തി. നോക്കി നിന്നിരുന്ന ബനിയാക്കളിൽ ആശ്ചര്യവും ഭീതിയും അത്ഭുതവും ജനിച്ചു. വിളക്കുകൾ എല്ലാം തെളിഞ്ഞു. ദീർഘനേരം അവ കത്തിക്കൊണ്ടിരിക്കുകയും ചെയ്തു. ഇത് കണ്ട ബനിയാക്കൾ സ്വയം പശ്ചാത്തപിക്കുകയും ബാബയോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. അവരോട് ഇനിയെങ്കിലും സത്യമായി നടന്നുകൊള്ളുവിൻ എന്ന് പറഞ്ഞു ബാബ അവർക്ക് മാപ്പ് നൽകി. കള്ളസ്വാമിയാർ ഗുരു ജവഹർ അലി. മുമ്പിൽ പറഞ്ഞ മല്ലയുദ്ധം കഴിഞ്ഞ് 5 കൊല്ലം ജവഹർ അലി എന്ന പേരോട് കൂടിയ ഒരു ഫക്കീർ അഹമ്മദ് നഗറിൽ നിന്നും റഹട്ടാവിലേക്ക് ശിഷ്യന്മാരോട് കൂടി വന്നു. അവർ വീരഭദ്രപ്പ അമ്പലത്തിനടുത്തുള്ള ബക്കാലിൽ, അതായത് വലിയ മുറി, താമസിച്ചിരുന്നു. ഖുറാൻ മുഴുവനും വായ്പാട്ടായി ചൊല്ലുന്നവനും നല്ല ശബ്ദമുള്ളവനുമായിരുന്നു. പല മതഭക്തന്മാരും അദ്ദേഹത്തെ വന്നു കാണുകയും വന്ദിക്കുകയും പതിവായിരുന്നു. ജനങ്ങളുടെ സഹായം കൊണ്ട് അദ്ദേഹം ഒരു ഈദ്ഗാ, അതായത് മുഹമ്മദീയരുടെ ഈദ് ദിവസ പ്രാർത്ഥനാ സ്ഥലം, വീരഭദ്ര അമ്പലത്തിനടുത്ത് പണിയിച്ചു. ഇത് കാരണം കുറെ തർക്കങ്ങൾ ഉണ്ടാവുകയും ജവഹർ അലിക്ക് റഹട്ട വിട്ടു പോകേണ്ടതായും വന്നു. പിന്നെ അദ്ദേഹം ശ്രദ്ധയ്ക്ക് വന്നു. ബാബയോടൊപ്പം മസ്ജിദിൽ താമസിച്ചു. മധുര സംസാരം കൊണ്ട് ആളുകളെല്ലാം അദ്ദേഹത്തിന്റെ അടിമകളായി. ബാബ തന്റെ ശിഷ്യനാണെന്നും അലി പറഞ്ഞു പരത്തി. ബാബ നിഷേധിച്ചില്ല. പിന്നെ ഗുരുവും ശിഷ്യനും ചേർന്ന് റഹട്ടാവിലേക്ക് തിരിച്ചു. അവിടെ താമസം ആരംഭിച്ചു. ഗുരുവിനെ തന്റെ ശിഷ്യന്മാരുടെ അറിവ് എത്രയാണെന്ന് അറിയാമായിരുന്നില്ല. പക്ഷേ ശിഷ്യന്മാർക്ക് ഗുരുവിന്റെ വീഴ്ചകൾ മനസ്സിലാക്കുവാൻ സാധിച്ചിരുന്നു. എന്നിട്ടും ബാബ ഒരു പ്രാവശ്യം തന്റെ ഗുരുവിനോട് മര്യാദക്കുറവ് കാണിക്കുകയോ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുകയോ ചെയ്തിരുന്നില്ല. പല വഴിക്കും ഗുരുവിനെ ആദരിച്ചു. പല പ്രാവശ്യം അവർ ഷിർദിക്ക് പോവുകയും അവിടെ റഹട്ടാവിൽ താമസിക്കുകയും ചെയ്തു.
ബാബയുടെ ഭക്തന്മാർക്ക് അദ്ദേഹം ഷിർദി വിട്ട് റഹട്ടാവിലേക്ക് പോകുന്നതും അവിടെ താമസിക്കുന്നതും ഇഷ്ടമായില്ല. അതുകാരണം അവരെല്ലാവരും ചേർന്ന് ബാബയെ തിരിച്ചു കൊണ്ടുവരാനായി റഹട്ടായ്ക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന ഭക്തന്മാർ ബാബയോട് അവർ വന്ന കാര്യം വെളിപ്പെടുത്തി. പക്ഷെ ബാബ അവരോട് പറഞ്ഞു, ഫക്കീർ ഒരു കോപിഷ്ഠനാണ്. നിങ്ങളെയെല്ലാം കണ്ടാൽ തന്നെ എന്നെ വിടുകയില്ല. അതുകൊണ്ട് ഫക്കീർ വരുന്ന സമയത്ത് എല്ലാവരും ഷിർദിക്ക് പോകാനായി അപേക്ഷിച്ചു. അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന അവസരത്തിൽ ഫക്കീർ തിരിച്ചു വന്നു. തന്റെ ശിഷ്യനെ കടത്തിക്കൊണ്ടു പോകുന്ന അതറിഞ്ഞ് അദ്ദേഹം അത്യധികം കോപിച്ചു. അവരുമായി വാഗ്വാദത്തിലും തർക്കത്തിലുമായി. ഒടുവിൽ ഇരുവരും ഗുരുവും ശിഷ്യനും ഷിർദിക്ക് പോകണമെന്ന നിശ്ചയത്തിലെത്തി. അത് നിറവേറ്റുകയും ചെയ്തു. കുറെ ദിവസങ്ങൾക്ക് ശേഷം ദേവിദാസ് ഗുരുവിനെ പരിശോധിക്കുകയും വീഴ്ചകൾ ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. 12 കൊല്ലങ്ങൾക്ക് മുമ്പ് ബാബ ഒരു കല്യാണ പാർട്ടിയോടൊപ്പം ഷിർദിയിൽ എത്തിയിരുന്നല്ലോ. അന്ന് 10-11 വയസ്സായ ദേവിദാസും മാരുതി മന്ദിരത്തിൽ താമസിച്ചിരുന്നു. ദേവിദാസിന് നല്ല ശരീരവും കൂർമ്മതയുള്ള കണ്ണുകളും ഉണ്ടായിരുന്നു. അദ്ദേഹം ഒരു ജ്ഞാനിയുമായിരുന്നു. താത്യാകോട്ടെ, കാശിനാഥ് ഇവരെല്ലാം ദേവിദാസിനെ അവരുടെ ഗുരുവായി കരുതി. അവർ ജവഹർ അലിയെ അദ്ദേഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നു. തുടർച്ചയായ സംഭാഷണത്തിൽ ആലി തോൽക്കുകയും ഷിർദി വിട്ടു പോവുകയും ചെയ്തു. അദ്ദേഹം ബീജാപൂരിൽ വന്ന് താമസിച്ചു. പിന്നെ കുറെ കാലത്തിന് ശേഷം ഷിർദിക്ക് തിരിച്ചു വന്ന് ബാബയെ സന്ദർശിച്ച് നമസ്കരിക്കുകയും ചെയ്തു. ബാബയോട് ആ വിധത്തിൽ പെരുമാറിയതോർത്ത് പശ്ചാത്തപിക്കുകയും ചെയ്തു. ബാബ അദ്ദേഹത്തെ ഗൗരവമായി ഗണിക്കുകയും ചെയ്തു. ബാബയുടെ പ്രവൃത്തിയാൽ എങ്ങനെ ഒരാൾ അഹങ്കാരം വിട്ട് ശിഷ്യനായി ശ്രദ്ധാപൂർവം തന്റെ ജോലികൾ ചെയ്യണമെന്ന് കാണിക്കപ്പെട്ടു. ഈ കഥ മഹൽസാപതിയുടെ നിർദ്ദേശത്തിലാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. മഹൽസാപതി ഒരു തീവ്ര സായിബാബ ഭക്തനുമായിരുന്നു. അടുത്ത അധ്യായത്തിൽ രാമനവമി ഉത്സവം, മസ്ജിദിന് മുമ്പുള്ള സ്ഥിതി, പിന്നീടുണ്ടായ മാറ്റങ്ങൾ എന്നിവ. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി.